കൈനറ്റിക് മോളിക്കുലാർ മോഡൽ ഓഫ് ഗ്യാസസ്. ഇപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ലോസ് പഠിച്ചിട്ടുണ്ട്. അതായത് ചാൾസ് ലോ, ബോയിൽസ് ലോ, അവോഗാഡ്രോസ് ലോ. ഈ ലോസുകളൊക്കെ തന്നെ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൻ്റെ മുകളിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് നടത്തിയിട്ട് അറൈവ് ചെയ്തിരിക്കുന്ന ഗ്യാസ് ലോസുകളാണ്. ഇനി കൈനറ്റിക് മോളിക്കുലാറിന് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് ശരിക്കും ഈ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസിന് ഒരു തിയററ്റിക്കൽ ബേസിസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില തിയററ്റിക്കൽ അറ്റംപ്റ്റാണ് ഈ കൈനറ്റിക് മോളിക്കുലാർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്ലോഷ്യസ്, മാക്സ്വെൽ, ബോൾസ്മാൻ, വാണ്ടർവാൾസ്, അതേപോലെ ബെർണോളി ആണ് ഇത് പ്രൊപ്പോസ് ചെയ്യുന്നത്. ക്ലോഷ്യസ്, മാക്സ്വെൽ, ബോൾസ്മാൻ, വാണ്ടർവാൾസ് ആൻഡ് ജീൻസ് ഇത്രയും സയൻറ്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൈനറ്റിക് മോളിക്കുലാർ തിയറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം ഇതിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് എ ഗ്യാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഓൾ മോളിക്യൂൾസ് ഓഫ് എ ഗിവൺ ഗ്യാസ് ആർ ഐഡൻറ്റിക്കൽ, അതായത് ഓഫ് സെയിം മാസ് ആൻഡ് സൈസ് ബട്ട് ഡിഫർ ഫ്രം ദോസ് ഓഫ് അനദർ ഗ്യാസ്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നതാണ് എല്ലാ ഗ്യാസുകളും കമ്പോസ് ചെയ്തിരിക്കുന്നത് ലാർജ് നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് കുറേ കൂടി ചേർന്നിട്ടാണ്. ദാറ്റ് പാർട്ടിക്കിൾസ് ആർ കോൾഡ് മോളിക്യൂൾസ്. ഇനി ഒരു ഗിവൺ ഗ്യാസിൻ്റെ മോളിക്യൂൾസുകളെല്ലാം ഐഡൻറ്റിക്കലായിരിക്കും, അതായത് അതിൻ്റെ മാസും സൈസൊക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ H2 ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെയും എന്താണ് മാസും സൈസും ഒക്കെ സെയിം, അതായത് എല്ലാ മോളിക്യൂൾസും ഐഡൻറ്റിക്കലായിരിക്കും. അതേസമയത്ത് ഡിഫറൻറ്റ് ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ H2 ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ഏത് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും ഐഡൻറ്റിക്കൽ, അതായത് സെയിം മാസ് ആൻഡ് സൈസ് ആയിരിക്കും. ഇനി N2 മോളിക്യൂൾ, വേറൊരു കണ്ടെയ്നറിൽ നമ്മൾ N2 മോളിക്യൂൾ എടുത്തു, അപ്പോൾ അതിലുള്ള മോളിക്യൂൾസ് നോക്കിക്കഴിഞ്ഞാൽ അതും എല്ലാം ഐഡൻറ്റിക്കലായിരിക്കും, അതായത് സെയിം മാസും സൈസും ആയിരിക്കും. എന്നാൽ H2 ഗ്യാസിൻ്റെ മോളിക്യൂൾസ് N2 ഗ്യാസിൻ്റെ മോളിക്യൂൾസിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. രണ്ടാമത്തത് the molecules are so small that their actual volume is negligible in comparison with the total volume occupied by the gas. That is, എന്താണ്, this molecules is assumed to be mere point masses dispersed in a lot of vacant space. അതായത് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നതാണ് ഒരു മോളിക്യൂൾ എന്ന് പറയുമ്പം അതിൻ്റെ വോളിയം, ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് ആ ഗ്യാസിൻ്റെ മൊത്തം വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പം നെഗ്ലിജിബിളാണ്. അതായത് നമുക്ക് ഈ മോളിക്യൂൾസിനെ ഒരു പോയിൻ്റ് മാസസ് ആയിട്ട്, കുറേ വാക്കൻറ്റ് സ്പേസ് ഉള്ള പോയിൻ്റ് മാസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ മോളിക്യൂളിൻ്റെ വോളിയം, ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ മൊത്തം വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പം നെഗ്ലിജിബിൾ ആയിരിക്കും. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ദ മോളിക്യൂൾ വിത്തിൻ എ കണ്ടെയ്നർ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് റാൻഡം കയോട്ടിക് മോഷൻ ഡ്യൂറിങ് വിച്ച് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. ദാറ്റ് ഈസ്, ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഇപ്പോൾ എന്താണ് ഒരു വെസൽ, ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിലുള്ള ഇപ്പോൾ H2 ഗ്യാസ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഗ്യാസിൽ ഏതൊരു ഗ്യാസും എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിലുള്ള മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്, കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം മോഷനിലാണുള്ളത്, കോൺസ്റ്റൻ്റ് ആയിട്ട് റാൻഡം മോഷനിലാണ്. അപ്പോൾ ആ മോഷൻ്റെ സമയത്ത് ഈ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ മോളിക്യൂൾസ് പോയിട്ട് കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് കൊളൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. നാലാമത്തത് ഓൾ മോളിക്കുലാർ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സോ ദാറ്റ് ദർ ഇസ് നോ നെറ്റ് ലോസ് ഓഫ് എനർജി ഓൾദോ ദർ മേ ബി എ ട്രാൻസ്ഫർ ഓഫ് കൈനറ്റിക് എനർജി ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഇൻ കൊളീഷൻ. അതായത് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ മോളിക്യൂൾസ് എല്ലാം കോൺസ്റ്റൻറ്റ് കയോട്ടിക് മോഷൻ, റാൻഡം മോഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസ് തമ്മിലും കൊളൈഡ് ചെയ്യും, അതുപോലെ കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് കൊളൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. ഇനി കൊളീഷനെ പറ്റിയാണ് പറയുന്നത്. ആ കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അതായത് അവിടെ ലോസ് ഓഫ് എനർജിയുടെ ലോസ് ഉണ്ടാവുന്നില്ല, നെറ്റ് ലോസ് ഓഫ് എനർജി ഇല്ല. പകരം ഈ കൊളീഷൻ്റെ സമയത്ത് ചിലപ്പം ഈ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി, ഇപ്പോൾ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ
കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ മോളിക്യൂൾസിൻ്റെ രണ്ടാക്കും കൈനറ്റിക് എനർജി ഉണ്ട്, മൂവ് ചെയ്യുകയാണല്ലോ, അപ്പോൾ രണ്ടാക്കും കൈനറ്റിക് എനർജി ഉണ്ട്. ഇവരുടെ കൈനറ്റിക് എനർജി തമ്മിൽ എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ നടക്കാം. അതേസമയത്ത് അവരുടെ ടോട്ടൽ എനർജിക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. അതായത് കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇനി അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്, ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ ഇലാസ്റ്റിക് ബൊമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ മൂവിങ് മോളിക്യൂൾസ് ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. അതായത് ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്ന ഗ്യാസിൻ്റെ പ്രഷർ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസ് പോയിട്ട് ഈ കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്ന ഗ്യാസ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ഇനി ആറാമത്തെ പോസ്റ്റുലേറ്റ്, ദർ ആർ നോ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസിന് ഇടയിൽ, ഗ്യാഷ്യസ് മോളിക്യൂൾസിനിടയിൽ യാതൊരു തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഏഴാമത്തെ പോസ്റ്റുലേറ്റ്, അറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഇൻ എ സാമ്പിൾ ഓഫ് ഗ്യാസ് മേ ഹാവ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ആൻഡ് ഹെൻസ് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജീസ്. ഹവർ ദ കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ഡിഫറെൻറ്റ് മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് വെലോസിറ്റീസും അതുകൊണ്ട് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജീസും. അതായത് ഒരു കണ്ടെയ്നറിൽ കുറേ മോളിക്യൂൾസ്, 1000 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ആ 1000 മോളിക്യൂൾസിനും ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ആയിരിക്കും, അതുകൊണ്ട് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കാം. പക്ഷെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്, ആ ഗ്യാസിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി എട്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്, ഗ്രാവിറ്റി ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾ. ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് റാൻഡം മോഷനിലാണെന്ന് പറഞ്ഞു. ആ റാൻഡം മോഷനിൽ ഗ്രാവിറ്റിക്ക് യാതൊരു ഇഫക്റ്റും ഇല്ല. അപ്പോൾ ഈ 8 പോസ്റ്റുലേറ്റ്സിനെയാണ് നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസംഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ തിയറിക്കൊരു മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് നമ്മൾ അറൈവ് ചെയ്യുന്നുണ്ട്. ആ ഇക്വേഷനാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്നാണ് പറയാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ n മോളിക്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയൽ ഗ്യാസാണ്. n മോളിക്യൂൾസ് ഉള്ള ഒരു ഐഡിയൽ ഗ്യാസ്. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് V ആണ്. അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ P ആണ്. ഇനി മാസ് ഓഫ് ഈച്ച് മോളിക്യൂൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരു സിംഗിൾ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മോളിക്യൂൾസിനും മാസും സൈസൊക്കെ സെയിമാണ്. അതുകൊണ്ട് മാസ് ഓഫ് ഈച്ച് മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മൾ m എന്നാണ് കൊടുക്കുന്നത്, സ്മോൾ m എന്ന് കൊടുക്കുന്നു. ഇനി ഇൻഡിവിജ്വൽ വെലോസിറ്റീസ് ഓഫ് മോളിക്യൂൾ 1, 2, 3 എക്സെട്ര അപ് ടു n എന്ന് പറയുന്നത് C1, C2 വെലോസിറ്റി ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദീസ് ഇൻഡിവിജ്വൽ വെലോസിറ്റീസ് ഓഫ് ദീസ് മോളിക്യൂൾസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് C1, C2, C3 എക്സെട്ര അപ് ടു Cn എന്ന് കൊടുക്കുന്നു. ഇനി കൈനറ്റിക് മോളിക്കുലാർ മോഡലിൻ്റെ അസംഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഡെറിവേഷൻ, അതായത് നമുക്കൊരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആ ഇക്വേഷൻ ഇതാണ്: PV is equal to 1/3 mnu². PV is equal to 1/3 mnu². വേർ ഇവിടെ യു നമ്മൾ ഓരോ ടേം പറയുന്നതാണ്. പി പ്രഷർ ഓഫ് ദി ഗ്യാസ് ആണ്, വി വോളിയം ഓഫ് ദി ഗ്യാസ് ആണ്, എം മാസ് ഓഫ് ഈച്ച് മോളിക്യൂൾ ഇൻ ദ ഗ്യാസ് ആണ്, ആൻഡ് എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഇനി ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് RMS വെലോസിറ്റി അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നാണ് പറയാം. ആൻഡ് ദിസ് RMS വെലോസിറ്റി u is given as u is equal to square root of c1 square plus c2 square plus c3 square plus etc. up to cn square divided by capital N. ഇതാണ് RMS വെലോസിറ്റി, റൂട്ട് മെയിൻ സ്ക്വയർ വെലോസിറ്റി. അതായത് ഓരോ മോളിക്യൂളിൻ്റെയും ഇൻഡിവിജ്വൽ വെലോസിറ്റീസിന് മൊത്തം ആഡ് ചെയ്തിട്ട് അതിന് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റൂട്ട് മെയിൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ RMS വെലോസിറ്റി u എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വേഷൻ 1, അതായത് PV is equal to 1/3 nmu² is known as kinetic gas equation. ഇനി 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഒബ്വിയസ്ലി കണ്ടെയ്ൻ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഒരു മോൾ ഗ്യാസിൽ ഏത് ഗ്യാസിൻ്റെയും ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, ദാറ്റ് ഈസ് N0 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്തായിട്ട് മാറും?
പി വി ഇസ് ഈക്വൽ ടു 1/3 mn(u²) എന്നാണ് നമ്മൾ പഠിച്ചത്. 1 മോൾ ഓഫ് ദി ഗ്യാസിൻ്റെ കേസിൽ n ഇസ് ഈക്വൽ ടു n0 അവോഗാഡ്രോ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ദ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ബിക്കം പി വി ഇസ് ഈക്വൽ ടു 1/3 mn0u², അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു 1/3 ക്യാപിറ്റൽ M u² എന്ന് പറയും. where capital M is equal to m small m n0, which is called the molar mass of the gas. ഇതാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കൈനറ്റിക് തിയറിയിൽ നിന്ന് നമ്മൾ പഠിച്ച ഐഡിയൽ ഗ്യാസ് ലോസ് ഉണ്ടല്ലോ, അതായത് ചാൾസ് ലോ, ബോയിൽസ് ലോ, അവോഗാഡ്രോസ് ലോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, ഡിഡക്റ്റ് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഒന്നാമത്തത് ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോയുടെ എന്താണ് ഡെറിവേഷനാണ്. അപ്പം കൈനറ്റിക് തിയറി അനുസരിച്ച് ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. നമ്മളൊരു പോസ്റ്റ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പം ആവറേജ് കൈനറ്റിക് എനർജീനെ നമുക്ക് ½mu² എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്ത് പറയാം, ½mu² പ്രൊപ്പോർഷണൽ ടു T, ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ T എന്ന് കിട്ടും. ഇനി ഫോർ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് കണ്ടെയ്നിങ് n മോളിക്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ½ mu²ന് പകരം അവിടെ എന്ത് വരും, n നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ആവും. ½ പ്രൊപ്പോർഷണൽ ടു T എന്ന് കിട്ടും. ഇനി ½ ഇസ് ഈക്വൽ ടു KT, അതായത് പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റ് K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ½ ഇസ് ഈക്വൽ ടു KT എന്ന് കിട്ടി, where K is a constant. ഇനി നമ്മൾ രണ്ട് സൈഡും 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2/3 × 1/2 mnu² ഇസ് ഈക്വൽ ടു 2/3 KT എന്ന് വരും. അതായത് RHSഉം LHSഉം 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 2/3 × 1/2 എന്ന് പറഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസലായിട്ട് 1/3 എന്ന് വരും അല്ലേ, ലെഫ്റ്റ് സൈഡിൽ LHSൽ. അപ്പോൾ 1/3 mnu² ഇസ് ഈക്വൽ ടു 2/3 KT എന്ന് വരും. അതായത് 1/3 mnu² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അക്കോർഡിംഗ് ടു കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ 1/3 mnu² ഇസ് ഈക്വൽ ടു PV ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 1/3 mnu² ഇസ് ഈക്വൽ ടു 2/3 KT എന്നതിന് നമുക്ക് എന്തായിട്ട് എഴുതാം, PV. Since 1/3 mnu² is equal to PV, this equation become PV is equal to 2/3 KT. അപ്പോൾ PV is equal to 2/3 KT നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചാൾസ് ലോയും ബോയിൽസ് ലോയും എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്തെടുക്കാം. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നിങ്ങൾ നോക്കുക, PV is equal to 2/3 KT എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അറ്റ് കോൺസ്റ്റൻറ്റ് T എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവുമ്പം ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് വരും വെച്ചാൽ RHS നോക്കി നിങ്ങൾ, 2/3 ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണ്, Kയും കോൺസ്റ്റൻ്റ് ആണ്, Tയും കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് മൊത്തം എന്തായി, കോൺസ്റ്റൻ്റ് ആയി. ദാറ്റ് ഈസ് വി ഗെറ്റ് PV is equal to a constant K. ദിസ് ഇസ് ബോയിൽസ് ലോ. ഇതല്ലേ ബോയിൽസ് ലോ പറയുന്നത്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ PV is equal to a constant. അപ്പോൾ നമുക്ക് ബോയിൽസ് ലോ ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. ഇനി ചാൾസ് ലോ എങ്ങനെ ഡിഡക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് PV is equal to 2/3 KT എന്നുള്ളതിൽ നിന്ന് വിക്ക് എങ്ങനെ എക്സ്പ്രഷൻ ഉണ്ടാക്കാം, V is equal to, ഇവിടെ വീനെ ഇവിടെ വെച്ചിട്ട് Pനെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്ത് വരും, 2K/3 ഇത്തരത്തിലുള്ള P റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും 3P × T എന്ന് കിട്ടും. ഇനി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആവുമ്പം, പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പം ഇതും കോൺസ്റ്റൻറ്റ്, ഇത് 2/3 ഓൾറെഡി കോൺസ്റ്റൻറ്റ്, Kയും കോൺസ്റ്റൻറ്റ്. അപ്പം ദിസ് ടേം കംപ്ലീറ്റ്, അതായത് Pയും കൂടെ കോൺസ്റ്റൻ്റ് ആകുമ്പം ഈ ഒരു ടേം, ഫസ്റ്റ് ടേം കംപ്ലീറ്റ് എന്താവും, RHSലുള്ള ഫസ്റ്റ് ടേം കംപ്ലീറ്റ് ഒരു കോൺസ്റ്റൻറ്റ് K ആവും. ദാറ്റ് ഈസ് V is equal to എന്തെന്ന് കിട്ടി, KT എന്ന് കിട്ടി. അല്ല, V is equal to
അപ്പോൾ വി ഈസ് ഈക്വൽ ടു കെ ടി എന്ന് കിട്ടി, അല്ലെങ്കിൽ എന്താണ് വി ഈസ് ഈക്വൽ ടു കെ ടി എന്ന് നമുക്ക് കിട്ടി. ഇനി പ്രൊപ്പോർഷണലി കൊടുക്കുകയാണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ടി, ദാറ്റ് ഈസ് അതന്നെയല്ലേ പറയുന്നത് ചാൾസ് ലോ പറയുന്നത്, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പം വി പ്രൊപ്പോർഷണൽ ടു ടി നമുക്ക് എന്തും കിട്ടി, ചാൾസ് ലോയും നമ്മൾ കൈനറ്റിക് തിയറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ, 1 mole ഐഡിയൽ ഗ്യാസിന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ വരിക, PV ഈസ് ഈക്വൽ ടു RT. ഇനി കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്താ വരുന്നത്, 1 mole ഓഫ് എ ഗ്യാസിന് PV ഈസ് ഈക്വൽ ടു 1/3 mN0U², where N0 is the അവോഗാഡ്രോ നമ്പർ. ഇനി ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇക്വേഷൻ 1ലും 2ലും LHS സെയിം ആണ്, അങ്ങനെയാണെങ്കിൽ RHS ഷുഡ് ഓൾസോ സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം 1/3 mN0U² ഈസ് ഈക്വൽ ടു RT എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ U² ഈസ് ഈക്വൽ ടു എന്ത് വരും, 3RT/mN0 എന്ന് വരും അല്ലേ. അതായത് U² ഈസ് ഈക്വൽ ടു 3RT/M, വേർ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ mN0 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M ആണ്, ദാറ്റ് ഈസ് മോളിക്കുലാർ മാസ്. അപ്പോൾ നമുക്ക് U² ഈസ് ഈക്വൽ ടു 3RT/M എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ U ഈസ് ഈക്വൽ ടു എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് 3RT/M. ദിസ് ഈസ് ദ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഇതാണ് എക്സ്പ്രഷൻ. ഇനി അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെ ഡിഡക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞു, അതിൽ നിന്ന് ഐഡിയൽ ഗ്യാസ് ലോസ് അതായത് ചാൾസ് ലോയും ബോയിൽസ് ലോയും ഡിഡക്റ്റ് ചെയ്തെടുത്തു, അതേപോലെ RMS വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കി. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് കൈനറ്റിക് എനർജി, അതായത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചു 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു RT ആണ്. കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV ഈസ് ഈക്വൽ ടു 1/3 mN0U² ആണ്, where N0 ഈസ് ദ അവോഗാഡ്രോ നമ്പർ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് PV ഈസ് ഈക്വൽ ടു 2/3 × 1/2 mN0U² എന്ന് എഴുതുന്നു. അതായത് ഒന്നും ചെയ്യുന്നില്ല, 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2/3 × 1/2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ 1/3 തന്നെയാണ് വരിക. 2/3 × 1/2 എന്ന് പറഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് 1/3 തന്നെയാണ് വരിക. RHSൽ നമ്മളൊരു എക്സ്പ്രഷൻ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം PV ഈസ് ഈക്വൽ ടു 2/3 × 1/2 × mN0U² എന്ന് എഴുതി. അതായത് PV ഈസ് ഈക്വൽ ടു 2/3 EK, കാരണം ഹാഫ് mN0U² എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി EK ഓഫ് N0 മോളിക്യൂൾ പ്രസൻറ്റ് ഇൻ 1 mole ഓഫ് ദ ഗ്യാസ് ആണ് ഹാഫ് mN0U² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് PV ഈസ് ഈക്വൽ ടു 2/3 × 1/2 mN0U² എന്തെഴുതാം, PV ഈസ് ഈക്വൽ ടു 2/3 × 1/2 mN0U² എന്ന് പറഞ്ഞാൽ EK, 2/3 EK എന്നെഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ PV ഈസ് ഈക്വൽ ടു നമ്മൾ വേറൊരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചത് PV ഈസ് ഈക്വൽ ടു എന്താണ്, RT, 1 മോളിൻ്റെ കേസിൽ RT എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും RT ഈസ് ഈക്വൽ ടു 2/3 EK എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി EK ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് N0 മോളിക്യൂൾസ് എന്ന് പറയുന്നത്, അതായത് EK, ഇതിൽ നിന്ന് EK ഒക്കെ നമുക്ക് എന്ത് എക്സ്പ്രഷൻ കിട്ടും, 3RT/2 അല്ലെങ്കിൽ 3/2 RT എന്ന് കിട്ടും, 3/2 RT. ദിസ് ഗിവ്സ് ദ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ദ ഗ്യാസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെൽവിൻ ടെമ്പറേച്ചർ ആണ് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ EK ഈസ് ഈക്വൽ ടു 3/2 RT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദ ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ അത് നമ്മൾ ε/k എന്നാണ് കാണിക്കുന്നത്. ε/k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EK/N0 ആണ്. EK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഇനി
അങ്ങനെയാണെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ, അതിനാണ് നമ്മൾ എപ്സിലോൺ കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഇ കെന, അതായത് ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോളിന് N0 അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇ കെ ബൈ N0. ഇ കെ നമുക്ക് എന്താ കിട്ടിയത്? അതായത് എപ്സിലോൺ കെ ഈസ് ഈക്വൽ ടു ഇ കെ ബൈ N0 ആണ്. ഇ കെക്കുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടി 3/2 RT ആണ്. 3/2 RT ആണ്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ കെ ഈസ് ഈക്വൽ ടു എന്ത് വരും? 3/2 R/N0 ഇൻറ്റു ടി എന്ന് വരും. ഇനി 3/2 R/N0 ഇൻറ്റു ടിയിൽ R/N0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/N0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ആണ്, വിച്ച് ഇസ് കോൾഡ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്, ആൻഡ് ഇറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത് 1.3805 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ ആണ്. അപ്പോൾ R/N0 എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് കെ ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എപ്സിലോൺ കെ ഈസ് ഈക്വൽ ടു എന്ത് വരും? 3/2 KT, 3/2 KT എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂളിനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്താണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസിനുള്ള എക്സ്പ്രഷനും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് യൂസ് ചെയ്തിട്ട് ഡിഡക്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 പ്രോബ്ലം നോക്കാം. ഒന്നാമത്തത്, കാൽക്കുലേറ്റ് ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പെർ മോൾ അറ്റ് 25 degrees Celsius. വാട്ട് വിൽ ബി ദ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ? അപ്പോൾ ഇവിടെ ഇ കെയും കാണണം, എപ്സിലോൺ കെയും കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ഇ കെ കാണുന്നു, അതായത് ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോൾ കാണുന്നു. അതിനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം, ഇ കെ ഈസ് ഈക്വൽ ടു 3/2 RT ആണ്. ഇനി ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. അതേപോലെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 25 degrees Celsius. 25 degrees Celsiusനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റണം. അതിന് 273 കെൽവിൻ കൂട്ടുകയാണ് ചെയ്യുക. അപ്പം 273 + 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 298 കെൽവിൻ എന്ന് കിട്ടും. 25 degrees Celsius എന്ന് പറഞ്ഞാൽ 298 കെൽവിനാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/2 ഇൻറ്റു 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ഇൻറ്റു 298 കെൽവിൻ ഇസ് ഈക്വൽ ടു 3716 ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഇനി ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എങ്ങനെ കിട്ടും? എപ്സിലോൺ കെന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇ കെനെ എന്ത് ചെയ്യുക? N0 അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 3716 ജൂൾ പെർ മോളിന് ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23 മോൾ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 6.17 ഇൻറ്റു 10⁻⁻21 ജൂൾ എന്ന് കിട്ടും. ഇനി വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഇൻ ജൂൾസ് ഓഫ് ദ മോളിക്യൂൾസ് ഇൻ 22 gram ഓഫ് CO2 അറ്റ് 27 degrees Celsius. അപ്പം ആദ്യം നമ്മൾ ആവറേജ് നമ്മളോട് കാണാൻ പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ ആണ് കാണാൻ പറയുന്നത്. ആദ്യം നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ കാണുന്നു, ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് കാണാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ കാണുന്നു. ദറ്റ് ഈസ് ഇ കെ ഈസ് ഈക്വൽ ടു 3/2 RT ആണ് എക്സ്പ്രഷൻ. ആർ എന്ന് പറഞ്ഞാൽ 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. ടെമ്പറേച്ചർ ടി എന്ന് പറഞ്ഞാൽ 27 degrees Celsiusനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പം 27 + 273 ഇസ് ഈക്വൽ ടു എത്ര വരും? 300 കെൽവിൻ ആണ് വരിക. അപ്പോൾ 300 കെൽവിൻ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3714.3 ജൂൾ പെർ മോളിന് കിട്ടും. ഇനി ഹിയർ നമ്മളോട് ടോട്ടൽ കൈനറ്റിക്, ഇത് പെർ മോളാണ്, നമ്മളോട് ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് നമ്പർ ഓഫ് മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടും അല്ലേ. ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിന് നമ്പർ ഓഫ് മോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? 22 gram ഓഫ് CO2യിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. ഇവിടെ മാസ് എന്ന് പറയുന്നത് 22 gram ഓഫ് CO2 ആണ് പറഞ്ഞത്. അപ്പോൾ 22 gram ബൈ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 44 gram പെർ മോളാണ്. അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു 0.5 മോൾ കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് 0.5 മോൾ എന്താ വരിക?
0.5 മോൾ ഇൻറ്റു ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ ചെയ്യുക. അതായത് 3714.3 ജൂൾ പെർ മോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 1870.65 ജൂൾ കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്.